ഇന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ ഞാൻ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. കൂടാതെ ഇത് എത്രാമത്തെ നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഉറപ്പായിട്ടും അത് കമന്റ് ഇടണേ. എവിടെയും പോയി ദയവ് ചെയ്ത് സെർച്ച് ചെയ്തിട്ടിടല്. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ മാത്രം കമന്റ് ഇടുക. നോക്കാം എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയാന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുക അതൊന്നുമല്ല, എക്സ്ചേഞ്ച് ബൊണാൻസ. ഫ്ലിപ്കാർട്ടിൽ 14 തീയതി മുതൽ 18 തീയതി വരെ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഒരു ഓഫർ സെയിൽ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇന്നിപ്പോൾ 15 ആണല്ലോ, 14 മുതൽ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സിൽ പ്രോഡക്റ്റുകൾ മേടിക്കാം, പ്രത്യേകിച്ച് സ്മാർട്ട് ഫോണുകൾ മേടിക്കാം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ മോട്ടോറോള ബ്രാൻഡാണ്. അതിൽ മോട്ടോറോള H50 ഫ്യൂഷൻ MRP ആക്ച്വലി കൊടുത്തിരുന്നത് 27,999, ആ ഒരു 12GB 256 വേരിയന്റിന്റെയാണ്. ഇനി അതാണോ എന്ന് അറിയത്തില്ല. ഫ്രം 15,299 മുതൽ കിട്ടും എന്ന് പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് 5,700 ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. ഉറപ്പായിട്ടും 5,700 27,999 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. കൂടാതെ 24,999 ആണ് ഈ ഒരു 12GB 256ന്റെ നോർമൽ റേറ്റ്. മാക്സിമം റീറ്റെയിൽ പ്രൈസ് പറയേണ്ട, നോർമൽ റേറ്റ് 24,999 ആണ്. അതിന് കുറച്ചാൽ പോലും നമുക്കിത് കിട്ടത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഫോണുകളൊക്കെ ആണെങ്കിൽ മേ ബി ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും. എന്നാൽ അവർ പറയണത് ആ ഒരു 15,299 രൂപ മുതൽ സാധനം സ്റ്റാർട്ട് ചെയ്യുക, അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാം എന്നുള്ളതാണ്. ഉറപ്പായിട്ടും 15,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ഫോൺ കിട്ടുന്നെങ്കിൽ നല്ലൊരു ഡീൽ തന്നെയാണ്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ചേഞ്ച് വാല്യൂ അവർ നിർണ്ണയിക്കുന്നത് ഡെലിവറി ബോയ് വന്ന് നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്പോൾ അതിന്റെ കുറച്ച് അടിസ്ഥാനത്തിലാണ്. സോ ഇവർ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ആ ഒരു ഇപ്പൊ iPhone 13 ആണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ ആപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഫോണിന് 10,000 അല്ലെങ്കിൽ 15,000 ഒക്കെ കാണിക്കും. എന്നാൽ അതായിരിക്കില്ല ചിലപ്പോൾ കിട്ടുന്നത്. പ്രോഡക്റ്റ് നമ്മൾ ആ ഒരു കറക്റ്റ് അവസാനത്തെ ആ ഒരു റേറ്റ് ഫൈനലൈസ് ചെയ്യുമ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ചാടിക്കേറി മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എക്സ്ചേഞ്ച് വാല്യൂ എന്നൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമുക്ക് വന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അതുകൊണ്ടും വലിയ പ്രശ്നം ഇല്ല കേട്ടോ. കൂടാതെ മോട്ടോ G85 വരുവാണെങ്കിൽ 13,499 രൂപയ്ക്ക് നമുക്ക് മേടിക്കാമെന്ന് പറയുന്നുണ്ട്. അവിടെയും നമ്മുടെ ആ ഒരു 17,999 128 വേരിയന്റിന് ചിലപ്പോൾ വില കുറയാൻ ചാൻസ് ഉണ്ട്. 3,500 രൂപയാണ് ഇവിടുത്തെ ആ ഒരു ഇൻക്ലൂഡിങ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. കൂടാതെ മോട്ടോറോള H50 പ്രോയിലേക്ക് വരുവാണെങ്കിൽ 30,000 രൂപയ്ക്കുള്ളിൽ അത്യാവശ്യം അടിപൊളി ഒരു ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് ഈ ഒരു മോട്ടോറോള H50 Pro എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ഇതിന്റെ 8GB 256ന് 29,999 രൂപ മാത്രമാണ്. എന്നാൽ ഇവിടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൊടുത്തിരിക്കുന്നത് 12GB 256 വേരിയന്റിന്റെ ആണ്. 20,199 രൂപ മുതൽ നമുക്ക് ഇതും ഈ ഒരു മോട്ടോറോള H50 പ്രോയും മേടിക്കാന്ന് പറയുന്നുണ്ട്. 7,800 രൂപയാണ് ആ ഒരു ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. ഇനി നമ്മുടെ റിയൽമിയിലേക്ക് വരുവാണെങ്കിൽ P1 Pro ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. 11,599 രൂപ മുതൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചു തുടങ്ങാം. 5,400 രൂപയാണ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. 8GB 128 അവരിവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. 25,999 എഴുതി വെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ 24,999 ഇപ്പൊ കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ജസ്റ്റ് എന്താ പറയാ, ഏതിനാണോ നമുക്ക് ഏറ്റവും ലാഭത്തിന് കിട്ടുക അതങ്ങോട്ട് നോക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ 8GB 128 ആണെങ്കിൽ 18,999, എന്നാൽ അതിന്റെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,999 ആണ്. എന്തായാലും നമ്മൾ ആകെ നോക്കേണ്ടത് ഈ ഒരു നമുക്ക് എത്ര രൂപ ലാഭത്തിന് കിട്ടുന്നു, ഇവർ ഈ പറയുന്ന ആ ഒരു ആവറേജ് വാല്യൂ ഒരു 5,400 എങ്കിലും കിട്ടുന്നു എന്ന് മാത്രം മതി. പിന്നെ നമ്മുടെ പുതിയ ഫോൺ വെച്ച് കമ്പയർ ചെയ്ത് നമ്മളെന്താ ഒരു വർഷം 2 വർഷമൊക്കെ പഴക്കമുള്ള ഫോണുകൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നെങ്കിൽ മാത്രം ഇതങ്ങോട്ട് നോക്കിയാൽ മതി. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ OLX-ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാളും കാശ് കൂടുതൽ നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെ അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ഡീലിൽ കിട്ടുന്നെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രം മതിയെ. കൂടാതെ റിയൽമി 12 Pro 6,100 രൂപയാണ് നമുക്ക് ആവറേജ് വാല്യൂ കിട്ടുന്നത്. 13,999 രൂപ മുതൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാം. 12 Pro പ്ലസിലേക്ക് വരുവാണെങ്കിൽ അവിടെയും 6,400 രൂപയാണ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. 18,599 രൂപ മുതൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് തുടങ്ങാം. 28,999 രൂപയ്ക്കാണ് അതിന്റെ നോർമൽ റേറ്റ് കാണാൻ സാധിക്കുന്നത്. റെഡ്മിയിലാണെങ്കിലും റെഡ്മി നോട്ട് 3 Pro 16,999 നമുക്ക് മേടിക്കാം. 1.5K അമോലെഡ് ഡിസ്പ്ലേ ഇതിനകത്തുണ്ട്. 5,800 രൂപ ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ. 24,999 ആണ് നോർമൽ റേറ്റ്. പലപ്പോഴും നമുക്ക് ഒരു റെഡ്മി 13 Pro ഒക്കെ കാണാൻ സാധിക്കുന്നത്. പോക്കോയിലേക്ക് വരണമെങ്കിലും ഇവിടെ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു M6 ആണ്. 3,899 രൂപ പോലും മേടിക്കാന്ന് പറയുന്നത്. ഉറപ്പായിട്ടും 5,000 രൂപയ്ക്ക് ഒരു M6 നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലൊരു ഡീൽ തന്നെയാണ്. എന്നാൽ ആ ഒരു ഇൻക്ലൂഡിങ് 4,700 ആവറേജ് വാല്യൂ അവർ പറയുന്നുണ്ട്. അതായത് പണ്ടത്തെ നമ്മൾ ഏതെങ്കിലും ഒരു 15,000 രൂപയ്ക്ക് 20,000 രൂപയ്ക്ക് വാങ്ങിച്ച ഫോൺ ആണെങ്കിൽ മാത്രമാണ് ഇൻക്ലൂഡിങ് ഈ 4,100 രൂപ നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ കിട്ടുക. അല്ലാണ്ട് 10,000 രൂപയ്ക്ക് നമ്മൾ 2 വർഷം മുന്നേ വാങ്ങിച്ച ഫോണിന് ഉറപ്പായിട്ട് 4,700 കിട്ടില്ല. സോ അതൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക. കൂടാതെ X6ലേക്ക് പോവുകയാണെങ്കിൽ 12,799 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ആ ഒരു എക്സ്ചേഞ്ച് വാല്യൂ 5,200 രൂപയാണ്. കൂടാതെ ഐഫോണിലേക്ക് വരുവാണെങ്കിൽ 50,399 രൂപയ്ക്ക് iPhone 15 മേടിക്കാൻ സാധിക്കും. 15,600 രൂപയാണ് ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു 50,399
5399 ഇനി ബിഗ് ബില്യൺ ഡേയ്സിൽ ഇൻക്ലൂഡിംഗ് എക്സ്ചേഞ്ച് വാല്യൂ അല്ല അല്ലാണ്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട് ഓഫർ. സോ ഇപ്പോൾ അത്യാവശ്യം ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താലും നമുക്ക് ആ ഒരു പഴയ ഫോൺ നമ്മുടെ കയ്യിലിരിക്കും. ഈ ഒരു ഐഫോണും മേടിക്കാൻ പറ്റും 50,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 52,000 രൂപയ്ക്കകത്ത്. കൂടാതെ 15 പ്ലസിന് നോക്കുവാണെങ്കിൽ 58,699 നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അവിടെയും 17,300 രൂപയാണ് ഒരു എക്സ്ചേഞ്ച് വാല്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 79,999 ഒരു 128 GB വാല്യൂന്. ഈ 15ലേക്ക് വരുവാണെങ്കിലും 50,399 എന്ന് പറയുമ്പോഴത്തേക്ക് അത് 69,999 അതിൻ്റെ ആ ഒരു ഇപ്പോഴത്തെ നോർമൽ റേറ്റ്. അതുപോലെ തന്നെ ആ ഒരു പ്രോ സീരീസുകളിലും അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ഓഫറുകൾ കാണാം. 27,000 രൂപ, 15,500 രൂപ, 27,800 രൂപയൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് വാല്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ S24 നമുക്ക് 48,799 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. അത് 14,200 രൂപ ഇൻക്ലൂഡിങ് ആ ഒരു ആവറേജ് എക്സ്ചേഞ്ച് വാല്യൂയോടൊപ്പം. ഉറപ്പായിട്ടും 48,799 രൂപയ്ക്ക് S24 നല്ലൊരു ഡീലാണ്. കാരണം S23 ആണ് നമുക്ക് ഈ ഒരു റേറ്റിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത്. ഓഫർ സമയത്തോ അല്ലെങ്കിൽ നോർമൽ സമയത്തൊക്കെ ഈ ഒരു S23 49,999 വരാറുണ്ട്. അതുകൊണ്ട് തന്നെ S24 മേടിക്കണമെങ്കിൽ ഇത് മേടിക്കുക, അല്ലാണ്ട് S23 നമ്മൾ ഈ ഒരു റേറ്റ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ S24 അൾട്രയിലേക്ക് വരണമെങ്കിൽ 1,29,999 നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് ആ ഒരു എക്സ്ചേഞ്ച് ഓഫറോട് കൂടിയിട്ട് 94,500 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ആ ഒരു ഇൻക്ലൂഡിംഗ് ആവറേജ് ഓഫർ 21,000 രൂപയാണ് നമ്മുടെ S24 അൾട്രയിൽ. അപ്പോൾ ഇതുപോലെ ഓരോ സംഭവങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. എന്തായാലും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. എന്തായാലും ഒരു പറയുന്ന രീതിക്കാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡീലാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ആ ഒരു മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനൊക്കെ 22,000 23,000 രൂപയുടെ സാധനം നമുക്ക് 15,000 രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ഡീൽ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഒരു എക്സ്ചേഞ്ച് ബൊനാൻസയെ കുറിച്ചിട്ട് ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ എനിക്കറിയെങ്കിൽ ഉറപ്പായിട്ടും അത് ഞാൻ അങ്ങോട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.